ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞു സ്ട്രോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് വേറൊരു രീതിയിൽ ചിക്കൻ വയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കുക്കറടപ്പത്ത് വെച്ചു. വെള്ളം പറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സവാള 2 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കതുകൂടി നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി സവാള വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കും. സവാള നമുക്ക് വഴന്ന് കിട്ടാനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുക്കർ ചുറ്റിച്ചിളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എന്തോരം ചിക്കനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമുക്ക് മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളെല്ലാം ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇളക്കിയിട്ടില്ല കേട്ടോ, ഇനിയാണ് ഇളക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയുടെ പാത്രവും അതുപോലെ ഇത് ഇളക്കിയ ആ തവിയും കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് കുക്കറിലൊരു 2 വിസിലടുപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ശരിക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി 2 വിസിലടുപ്പിച്ച് എടുക്കാം. ഈ ടൈമിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മുടെ ചിക്കൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഇത് കുക്കാക്കി എടുക്കണം. ഇത് ഓൾറെഡി മുളകൊക്കെ തിരുമ്മി വച്ചേർന്നെയാണ് റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീയിലേക്ക് വച്ചിട്ടുണ്ട്. ഓൾറെഡി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ ഇരുന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. ഓൾറെഡി നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഏകദേശത്തിൽ കുറച്ചൊരു വെള്ളമൊക്കെ ഉള്ളത് ഇതിലേക്ക് വെള്ളം ഇരുന്ന് നമുക്കത് വെന്ത് കിട്ടും. നമ്മളല്ലാണ്ട് ഓവർ ഫ്രൈ ആക്കുന്നൊന്നുമില്ല കേട്ടോ. ഏകദേശം നമ്മുടെ ചിക്കനൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടു തുടങ്ങി, കണ്ടില്ലേ? പിന്നെ നമ്മുടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം നല്ല വെന്ത് കുഴമ്പം പരുവത്തിനാട്ടോ ഇരിക്കുന്നത്. നല്ല വെന്തിട്ടുണ്ട്. ഇതാണ്ട ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇളക്കി കൊടുത്ത് ഒന്നോടെ അതിൻ്റെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ വെള്ളം പോയതിന് ശേഷം നമുക്ക് ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ചിക്കനിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ അരപ്പ് ഓൾറെഡി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുക്കറൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ഈ ഒരു ഇടി കിടന്ന് നമുക്കിത് കുക്കായി കിട്ടണം കേട്ടോ. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കറി. നല്ല സൂപ്പർ കറി കേട്ടോ. ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടു പോകണ്ട. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമ്മൾ ചിക്കൻ കറിയൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ പത്തിരിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ അന്നേരം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കണ്ട. അപ്പം നമ്മളിവിടെ പത്തിരിയുടെ കൂടെയാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്, പത്തിരിയും ചിക്കൻ കറിയും. അപ്പോൾ നല്ല അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.